സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ വചനം, താൻ അത്ഭുതം ധാരാളം പ്രവർത്തിച്ചിടത്ത് മാനസാന്തരപ്പെടാത്തവരെ ഓർത്തിട്ട് ദൈവം അവരെ ശാസിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ചെങ്കിലും ദൈവാനുഭവം പ്രാപിച്ചവരല്ലേ? ദൈവാനുഭവം പ്രാപിച്ചിട്ടും നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമ്മൾ സാധിക്കുന്നുണ്ടോ? ദൈവാനുഭവം പ്രാപിച്ചു എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവമേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അനുതപിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ. ഞാൻ ഈയിടെ ഒരു കാര്യം കണ്ടുപിടിച്ചു. ശരിയാണോ ഇല്ലയോ എന്നറിയില്ല, നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരിലെ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ കാണാറുണ്ട്. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചില്ലേ പോലും അവരുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നമ്മളത് കാണിച്ചു തരുമ്പോൾ അതിനകത്തൊരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രി ഈ കുറ്റവും കുറവും നിനക്കുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ, പരിശോധിക്കുവാൻ ദൈവം നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നിനക്ക് കുറവുണ്ട്, നിനക്ക് കുറ്റമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നടക്കുകയാണ്. പക്ഷെ സത്യത്തിൽ നമുക്കതൊരു അടയാളമാണ്. ഈ കുറ്റവും ഈ കുറവും എന്നിലുണ്ടോ? അതിനുവേണ്ടി ഒരു വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ട്, കുറവ് കണ്ട് അവരെ ശപിക്കാതെ, അല്ലെ അവരെ വഴക്ക് പറയാതെ, ആ തെറ്റ് തന്നിലുണ്ടോ എന്നും തിരിഞ്ഞു നോക്കി അനുദപിക്കുവാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.